നമ്മുടെ ന്യൂ നിലമ്പൂർ ഫർണിച്ചർ ഷോപ്പിന്റെ വമ്പൻ ഓഫർ സെയിൽ നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ? ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ? തേക്കിന്റെ സ്വന്തം നാടായ നിലമ്പൂർ, പൂക്കോട്ടുംപാടം സമീപം, തോട്ടേക്കാട്. അമരമ്പലത്തെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ കോട്ടപ്പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞു. ഇത് ടി.കെ. കോളനി, പൊട്ടിക്കല്ല്, പരിയങ്ങാട്, ചട്ടിപ്പാടം പ്രദേശവാസികൾക്ക് കുടിവെള്ളത്തിന് രൂക്ഷമായ പ്രതിസന്ധിയാവുന്നു. എല്ലാ വർഷവും വേനലെത്തുന്നതോടെ കുടിവെള്ള പ്രശ്നം തലപൊക്കി തുടങ്ങും. മലയോര കർഷകർ കോട്ടപ്പുഴയിൽ നിന്നും രൂക്ഷമായ രീതിയിൽ വെള്ളമെടുക്കുന്നതാണ് ഇക്കാലത്ത് പുഴ വറ്റാൻ പ്രധാന കാരണമായി പറയുന്നത്. ടി.കെ. കോളനി, പൊട്ടിക്കല്ല് ഭാഗങ്ങളിൽ ഉരുളൻ കല്ലുകളായതിനാൽ കിണറോ കുഴൽ കിണറോ കുഴിക്കലോ അപ്രാപ്യമാണ്. അതിനാൽ ഇവിടുത്തുകാർ കുളിക്കാനും കുടിക്കാനും അലക്കാനുമെല്ലാം ആശ്രയിച്ചിരുന്നത് കോട്ടപ്പുഴയാണ്. എന്നാൽ വേനൽ ശക്തി പ്രാപിക്കുകയും മഴ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെ പുഴയിലെ കുഴികളിൽ പോലും വെള്ളം വറ്റാൻ തുടങ്ങി. ഇതോടെ നാട്ടുകാർ കടുത്ത ജലപ്രതിസന്ധിയിലായിരിക്കുകയാണ്. ടി.കെ. കോളനിയുടെ മുകൾ ഭാഗത്ത് കോട്ടപ്പുഴയുടെ ഉറവിടത്തുനിന്ന് തന്നെ വലിയ പ്ലാസ്റ്റിക് കുഴലുകൾ വഴി ജലചൂഷണം നടത്തുന്നതാണ് പുഴയിൽ വെള്ളം കുറയാൻ ഇടയാക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടാതെ വിനോദസഞ്ചാരികളെത്തി ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി പുഴയിൽ ഉപേക്ഷിക്കുന്നതും പുഴ മലിനമാക്കാൻ ഇടയായിട്ടുണ്ട്. ടി.കെ. കോളനി നിവാസികൾ കുടിവെള്ളത്തിനായിട്ട് പ്രധാനമായി ആശ്രയിക്കുന്നത് കോട്ടപ്പുഴയാണ്. എന്നാൽ ഈ വേനൽക്കാലം രൂക്ഷമായതോടുകൂടി ഈ കുടിവെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്ന പുഴ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകാരാണെങ്കിലും പുഴയിലേക്ക് വന്ന് ഭക്ഷണ സാധനങ്ങൾ അവശിഷ്ടങ്ങൾ പുഴയിൽ നിക്ഷേപിച്ച് പോകുന്നത് കൊണ്ട് വെള്ളം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേനൽക്കാലം കഴിയുന്നത് വരെയെങ്കിലും ടൂറിസ്റ്റുകാർ പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് ആണ് സമീപ പ്രദേശവാസികളുടെയും ഞങ്ങളുടെ എല്ലാ ആവശ്യം. ഈ 2 മാസത്തേക്കെങ്കിലും ടൂറിസ്റ്റുകാർ ടി.കെ. കോളനിയിലേക്ക് വരുന്നത് നിർത്തണമെന്ന് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രകൃതി വിനോദത്തിനെത്തുന്നവർ പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ എന്നിവയും ഭക്ഷണാവശിഷ്ടങ്ങളും പുഴയിലും പരിസരത്തും അലക്ഷ്യമായി വലിച്ചെറിയരുതെന്ന് മുൻ വാർഡംഗം ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. കടുത്ത വരൾച്ച അനുഭവപ്പെടുന്ന സമയമാണ് നമ്മളത്. വേനൽക്കാലം അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ടി.കെ. കോളനി, ആൻ്റണിക്കാട്, വളർവട്ടം, പൊട്ടിക്കല്ല്, ചെട്ടിപ്പാടം പ്രദേശങ്ങളിൽ കോട്ടപ്പുഴയിലെ നീരൊഴുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ടി.കെ. കോളനിയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഈ സമയത്ത് ഈ ഒരു 2-3 മാസത്തേക്ക് ടൂറിസം ഒഴിവാക്കുകയും പുഴയിലിറങ്ങുന്നത് ഒഴിവാക്കിക്കൊണ്ട്, കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പുഴയിലിറങ്ങുന്നത് ഒഴിവാക്കുക. ഇവിടെ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ജനങ്ങൾ, അതുപോലെ തന്നെ കർഷകരും ഇതിനോട് സഹകരിക്കണമെന്നാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.